വി.ഡി. സതീശന്റെ ടീമിൽ ആരൊക്കെ എന്നതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്നുണ്ട്. രാവിലെ 11 മണി മുതൽ തുടങ്ങുന്ന ചർച്ചയിൽ മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണം ഒപ്പം വകുപ്പുകൾ അത് സംബന്ധിച്ചുള്ള ധാരണയിലെത്തുമെന്നാണ് സൂചന. ഇന്നലെ കൊച്ചിയിലേക്ക് പോയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉഭയകക്ഷി ചർച്ചകൾക്കായി രാവിലെ 10:30 തലസ്ഥാനത്ത് തിരിച്ചെത്തുന്നുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് കുമാറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. ആ പശ്ചാത്തലത്തിൽ ഇനി മന്ത്രിസഭ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എത്ര അംഗ മന്ത്രിസഭയാണ്? തിങ്കളാഴ്ച തന്നെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുമോ? ഏതൊക്കെ വകുപ്പുകൾ, ഏതൊക്കെ ഘടകകക്ഷികൾക്ക്? പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നു. പക്ഷെ ആഭ്യന്തരം തന്നെ വേണം എന്നുള്ള ആവശ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നപ്പോൾ എങ്ങനെയാകും ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വിഭജനം? അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? പ്രവിത, ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും ഉഭയകക്ഷി ചർച്ച 11 മണിയോടുകൂടിയാണ് ആരംഭിക്കുക UDF-ന്റെ. ഇതിൽ പ്രധാനമായും എങ്ങനെയാണ് ഈ സീറ്റ് വിഭജനം ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്, അതായത് ഘടകകക്ഷികൾക്ക് ആരൊക്കെയാണ് മന്ത്രിമാർ, എത്ര സീറ്റുകൾ, എത്ര മന്ത്രിമാരെ നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. അതേപോലെ തന്നെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് എത്ര സീറ്റുകൾ എടുക്കും? നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 12 മന്ത്രിമാരായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ആരാണ് എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനങ്ങളും മറ്റും ഉണ്ടാവേണ്ടതുണ്ട്. അതിനു മുമ്പ് സാധാരണ ഇപ്പൊ നിലവിൽ ലീഗിന് 5 മന്ത്രിമാരെ അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇന്നലെ തന്നെ തീരുമാനമായതാണ്. ലീഗ് അത് കൂടാതെ ഒരു ക്യാബിനറ്റ് പദവി കൂടി ചോദിക്കുന്നുണ്ട്. പ്രധാനമായും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി MK മുനീറിന് ഒരു അവസരം നൽകണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ UDF ആലോചിച്ച ശേഷം ഉത്തരം പറയാമെന്ന് UDF-ൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ബാക്കി 5 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നിലവിൽ ഒരു മന്ത്രി മാത്രമാണ് ഉണ്ടാവുക. അവരും അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒരു ചീഫ് വിപ്പ് എന്നുള്ള പദവി ലഭിക്കാനുള്ള സാധ്യത എന്തായാലും മുന്നിലുണ്ട്. മറ്റുള്ള ഘടകകക്ഷികൾക്കെല്ലാം തന്നെ ഓരോ മന്ത്രിസ്ഥാനം ഉണ്ടാവും. അത് ടേം അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം UDF വലിയ പ്രതിസന്ധിയിലുണ്ടായിരുന്ന കാലത്തെല്ലാം തന്നെ UDF-നൊപ്പം കഴിഞ്ഞ 10 വർഷം ഉറച്ചു നിന്നതാണ് ഈ നിലവിലുള്ള ഘടകകക്ഷികൾ, ഒറ്റക്കെട്ടായി നിന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടേം അടിസ്ഥാനത്തിലായിരിക്കില്ല കാര്യങ്ങൾ പോവുക എന്നതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി കാര്യ സമിതി കൂടി ഇന്ന് ചേരുന്നുണ്ട്. ആരൊക്കെ മന്ത്രിമാരാവും എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഏറെക്കുറെ 3 മന്ത്രിമാരുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമായിട്ടുള്ളത്. മറ്റുള്ള മന്ത്രിമാരുടെ കാര്യത്തിലുള്ള തീരുമാനം കൂടി ഇന്നുണ്ടാവും. എന്തായാലും വി.ഡി. സതീശൻ 10:30 ഇവിടെ എത്തും. ഉഭയകക്ഷി ചർച്ച അതിനുശേഷമായിരിക്കും ആരംഭിക്കുക. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് രമേശ് ചെന്നിത്തല ഇന്നലെ വിളിച്ചിരുന്നു. അതിനുശേഷം KC വേണുഗോപാലിനെ നിയോഗിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. അതായത് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഒരു കീ പൊസിഷനിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം ആവശ്യപ്പെട്ട 1-2 ആളുകളെ കൂടി മന്ത്രിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല എന്തായാലും മന്ത്രിസഭയിൽ നിന്ന് രമേശ് ചെന്നിത്തല മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല. കാരണം രമേശ് ചെന്നിത്തലയെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രിസഭ തന്നെയാണ് ആലോചിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ കൂടി അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട്. വിനീഷ്, ഇന്നലെ ക്യാബിനറ്റിലേക്ക് വരണമെങ്കിൽ, മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ ആഭ്യന്തരം എന്ന നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തല. എന്നാൽ ആഭ്യന്തരം മുഖ്യമന്ത്രിയിൽ നിന്ന് മാറുമ്പോൾ ഒരു 2 അധികാര കേന്ദ്രം ഉണ്ടാകുമെന്ന സമീപനം അത് വി.ഡി. സതീശനുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എങ്ങനെയൊരു സമവായത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്? ദിൽന, അതിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം സാധാരണ നിലയിൽ നമുക്കറിയാം മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം 2006-ൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് നമ്മൾ കണ്ടതാണ്. VS-ൽ നിന്ന് ആഭ്യന്തരം മാറി കോടിയേരി ബാലകൃഷ്ണൻ നൽകുന്നു. അത് പിന്നീട് പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ സർക്കാരിലുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതാണ്. അതേ ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് വി.ഡി. സതീശൻ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സജീവമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല ഇനി ആഭ്യന്തരമന്ത്രിക്ക് താഴെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയായിരുന്നു ശ്രമിച്ചിരുന്നത്. അത് നടക്കാതെ പോയി. ഇനി ആഭ്യന്തര മന്ത്രിസ്ഥാനമെങ്കിലും ലഭിച്ചില്ലെങ്കിൽ അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. രമേശ് ചെന്നിത്തല കടുത്ത തീരുമാനത്തിലേക്ക് ഉൾപ്പെടെ പോകുന്നതിലേക്ക് എത്തും. അപ്പോൾ അത് പരമാവധി പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് തന്നെയാണ്
ഇന്നത്തെ അതായത് കോൺഗ്രസിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെ വി.ഡി. സതീശൻ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.